അതല്ലെങ്കിൽ അത് പിന്നെ അവളൊന്ന് മടിച്ചു നിന്ന് സെക്യൂരിറ്റി അവളെ നോക്കി പതുക്കെ പറഞ്ഞു. ഞാനും കണ്ടുകൊണ്ടിരിക്കുകയില്ലേ മോളെ. അദ്ദേഹത്തിൻ്റെ ശബ്ദം കരുതലുണ്ടായിരുന്നു. ഈ ഒരാഴ്ചയായി സാർ പഴയ പോലെയല്ല കുട്ടി. അനന്യ ഒന്നും മിണ്ടാതെ അദ്ദേഹത്തെ നോക്കി. പാവം, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും കഴിക്കാറുമില്ല, ഉറങ്ങാറുമില്ല. അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതെ നിന്ന്. ചില ദിവസങ്ങൾ മദ്യപിച്ച് രാവിലെ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ വളരെ വൈകിയാണ് ഓഫീസിൽ പോകാറുള്ളത്. അത് കേട്ടതും അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ആദിത്യൻ സർ, താൻ കാരണം ഇത്രയും വേദനിക്കുന്നുണ്ടോ? അവൾക്ക് നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു. കുറച്ചു നേരം ആലോചിച്ച ശേഷം അവൾ പതിയെ ചോദിച്ചു, അങ്കിൾ, നിങ്ങളുടെ ഫോണൊന്ന് തരുമോ? ഞാൻ ഒരു കോൾ ചെയ്തിട്ട് തരാം. താ മോളെ. അദ്ദേഹം ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഫോൺ വാങ്ങിയ അനന്യ വീടിൻ്റെ പിന്നിലേക്ക് കുറച്ച് മാറി നിന്ന് ആദിത്യൻ്റെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി അവനോട് സംസാരിക്കണം. ഒരിക്കൽ മാത്രം. ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ പരിചയമില്ലാത്ത നമ്പർ കണ്ടതും ആദിത്യൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. അനന്യയുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. എന്താ സർ, ഞാൻ അനന്യ സംസാരിക്കുന്നത്. സോറി. അവൾ പറഞ്ഞു തീരും മുമ്പ് കോൾ കട്ടായി. അവൾ ഒരു നിമിഷം ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു. എന്നോട് അത്രക്കും ദേഷ്യമാണോ ആദിത്യൻ സാറിന്? അവൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വീണ്ടും ചോദിച്ചു. കോൾ എടുത്തില്ല. വീണ്ടും വീണ്ടും അങ്ങനെ 10-ലധികം തവണ ശ്രമിച്ചതിന് ശേഷമാണ് ഒടുവിൽ ആദിത്യൻ ഫോൺ ശല്യം സഹിക്കാതെ എടുത്തത്. അവൻ്റെ ശബ്ദത്തിൽ തീർത്തും ദേഷ്യമായിരുന്നു. നിന്നോടൊക്കെ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേടി? അനന്യൊന്നും മിണ്ടില്ല. പഠിച്ച പെണ്ണല്ലേ നീ. പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ നിനക്ക്? അവളുടെ ചുണ്ടുകൾ വിറച്ചു. ഒരു തവണ ഫോൺ കട്ട് ചെയ്താൽ പിന്നെ വിളിക്കരുതെന്ന് അറിയില്ലേ നിനക്ക്? അത്രയും വിവരമില്ലേടി നിനക്ക്? അനന്യയുടെ കണ്ണുനീർ കവളിലൂടെ ഒഴുകി. എന്തിനാ ആവശ്യമില്ലാതെ എന്നെ വിളിച്ച് നീ ശല്യം ചെയ്യുന്നത്? അവൻ്റെ ഓരോ വാക്കും അവളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. മര്യാദക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അവൾ കണ്ണുകളടച്ചു. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. അവൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ഞാൻ വരുമ്പോൾ നീ ആ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല അനന്യ. അത്രയും പറഞ്ഞ് ആദിത്യൻ ഫോൺ കട്ട് ചെയ്തു. അനന്യയുടെ കയ്യിൽ നിന്ന് ഫോൺ ഏതാണ്ട് താഴേക്ക് വീഴാറായി. അവൾ വായ പൊത്തിക്കരഞ്ഞു. ഇത്ര നേരം പിടിച്ചു നിർത്തിയ കണ്ണുനീർ അണ പൊട്ടിയൊഴുകി. കരഞ്ഞു കരഞ്ഞ് അവളുടെ മുഖം ചുവന്നു തൊടുത്തു. ഒടുവിൽ വിറയ്ക്കുന്ന കൈകളോടെ അവൾ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്ന് ഫോൺ തിരികെ നൽകി. അവളുടെ മുഖം കണ്ടതും അദ്ദേഹം ഒന്നും ചോദിച്ചില്ല. എന്തോ പോലെ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മോളെ. അദ്ദേഹം പതുക്കെ വിളിച്ചു. അനന്യ മുഖമുയർത്തിയതേയില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് നിങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കട്ടെ. അദ്ദേഹം വാങ്ങി തന്ന ഭക്ഷണം വീണ്ടും അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എങ്കിലും സ്വന്തം മകളെ പോലെ കരുതി പറയുകയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കണ്ണിലും സ്നേഹമുണ്ടായിരുന്നു. ഇത് കഴിക്കും മോളെ. ആ വാക്കുകൾ കേട്ടതും അനന്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. സ്വന്തം വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് ഭർത്താവിൻ്റെ വീടിൻ്റെ പടിവാതിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അവൾക്ക് ആ നിമിഷം പരിചയമില്ലാത്ത മനുഷ്യൻ്റെ കരുതലാണ് ഏറ്റവും വലിയ ആശ്വാസമായത്. അവളൊന്നും പറയാതെ ഭക്ഷണം വാങ്ങി. അദ്ദേഹം വാങ്ങിത്തന്ന ആ ചെറിയ ഭക്ഷണത്തിൻ്റെ വില അവൾക്ക് വലിയതായിരുന്നു. ഓരോ ഉരുളയും കഴിക്കുമ്പോഴും കണ്ണുനീർ കവളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. വിശപ്പിനേക്കാൾ വലുതായിരുന്നു അവളുടെ മനസ്സിലെ വേദന. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും അതേ പടിക്കൽ തന്നെ കിടന്നു. കണ്ണുകൾ അടച്ചു. ശരീരം തളർന്നിരുന്നു. മനസ്സ് അതിനേക്കാളേറെ തളർന്നിരുന്നു. അവസാനം ആ വീടിൻ്റെ സ്റ്റെപ്പ് അവൾ തളർന്ന് തന്നെ ഉറങ്ങിപ്പോയി. അവൾക്കരികിൽ നിന്ന് സെക്യൂരിറ്റി ഒരിക്കൽ കൂടി അവളെ നോക്കി നടന്നകന്നു. പിന്നെ പതുക്കെ തൻ്റെ ജോലിയിലേക്ക് മടങ്ങി. അവൾക്ക് ആ ദിവസം ആ വീട്ടിനുള്ള ഒരിടം ലഭിച്ചതേയില്ല. പക്ഷെ ആ അന്യനായ മനുഷ്യൻ്റെ കരുണയിൽ ഒരു നിമിഷത്തെങ്കിലും അവൾ സ്വന്തം വീട്ടിൽ സ്നേഹം ലഭിച്ചു. രാവിലെ അനന്യയെ വഴക്കു പറഞ്ഞതോടെ ആദിത്യൻ്റെ അഹങ്കാരത്തിന് ഒരു തൃപ്തി ലഭിച്ചതുപോലെയായിരുന്നു. അവളുടെ കണ്ണുനീരും അവളുടെ വേദനയും ഒന്നും അവൻ്റെ മനസ്സിനെ അലട്ടിയതേയില്ല. അന്ന് മുഴുവൻ യാതൊരു പതർച്ചയുമില്ലാതെ ആദിത്യൻ തൻ്റെ ജോലിയിൽ തന്നെ മുഴുകി നിന്നു. ഓഫീസിലെ മീറ്റിങ്ങുകൾ, ഫയലുകൾ, തുടർച്ചയായ ഫോൺ കോളുകൾ എല്ലാം പതിവ് പോലെ തന്നെ. പക്ഷെ മനസ്സിൻ്റെ ഏതോ കോണിൽ അനന്യയുടെ മുഖം ഇടയ്ക്കിടെ തെളിഞ്ഞു വന്നു. അവനതിനെ മനഃപൂർവ്വം അവഗണിച്ചു.
അവളെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് വളരെ വൈകിയാണ് ആദിത്യൻ്റെ വീട്ടിലെത്തിയത്. കാർ ഗേറ്റിനുള്ളിലേക്ക് കയറി നിർത്തി. പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ വീടിൻ്റെ പടിവാതിൽക്കൽ സ്റ്റെപ്പിലേക്ക് പോയി. അവിടെ തൻ്റെ ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ഷാൾ പുതച്ചുകൊണ്ട് ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു അനന്യ. അവൾ ഉറങ്ങിയിരുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ വീർത്തിരുന്നു, മുഖമാകെ കരഞ്ഞ് വിങ്ങി കെട്ടിയിരുന്നു. ആ കാഴ്ച ഒരു നിമിഷം ആദിത്യൻ്റെ മനസ്സിൽ എന്തോ ഇളക്കിയെങ്കിലും അവൻ ഉടനെ തന്നെ ആ വികാരം അടിച്ചമർത്തി. അവളെ നോക്കിയത് പോലും കാണിക്കാതെ വാതിൽ തുറന്നു അകത്തേക്ക് കയറി. അനന്യ അവനെ നോക്കി. അവനൊന്നും മിണ്ടിയതേയില്ല. അവളുടെ അരികിലൂടെ കടന്നുപോയി. ഇയാളെന്താ ഇത്രയും ദേഷ്യക്കാരനായിരിക്കുന്നത്? അവൾ മനസ്സിനോട് തന്നെ ചോദിച്ചു. പതുക്കെ എഴുന്നേറ്റ് അവൾ വീടിനകത്തേക്ക് കയറി. ആദിത്യൻ അവളോടൊരു വാക്ക് പോലും സംസാരിച്ചില്ല. നേരെ തൻ്റെ മുറിയിലേക്കാണ് അവൻ പോയത്. കുളിച്ച് വസ്ത്രം മാറിയ ശേഷം കട്ടിലേക്ക് കിടന്നു മൊബൈൽ എടുത്ത് എന്താ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചു നേരം വാതിലിനരികിൽ നിന്ന ശേഷം അനന്യ പതുക്കെ മുകളിലേക്ക് കയറി. ഇയാളെന്താ എന്നോടൊന്നും സംസാരിക്കാത്തത്? ഇപ്പോഴും ദേഷ്യത്തിലാണ് അവൾ മനസ്സിൽ ചിന്തിച്ചു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവൻ്റെ മുറിയിലേക്ക് ചെന്നു. ആദിത്യൻ അപ്പോഴും ബെഡിൽ കിടന്ന് മൊബൈൽ നോക്കുകയാണ്. ആദിത്യൻ സാർ, അവൾ പതിയെ വിളിച്ചു. അവൻ മൊബൈലിൽ നിന്ന് കണ്ണെടുത്തതേയില്ല. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. അത് കേട്ടതും അവൻ പതുക്കെ എഴുന്നേറ്റ് നിന്ന്. നിനക്കെന്താ എന്നോട് സംസാരിക്കാനുള്ളത്? അവൻ്റെ ശബ്ദത്തിൽ വീണ്ടും ദേഷ്യം നിറഞ്ഞു. നിനക്കും എനിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. അനന്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ആവശ്യമില്ലാതെ എന്തിനാ നീ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് കിടക്കുന്നത്? നിന്നെ ആരാടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്? അവൾ കണ്ണുനീർ തുടച്ചു. ഇവിടെ നോക്ക്. ശബ്ദം ഇടറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം സർ. ആദിത്യൻ അവളെ നോക്കി. എനിക്ക് പേടിയായിരുന്നു. നിങ്ങൾ അവിടെ വന്ന് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് പേടിയായി. കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും എന്നൊരു പേടിയും. അവളുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അവൾ കൈകൾ കൂട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കണം. ആ വാക്കുകൾ മനസ്സിൽ വെച്ച് എന്നോടിങ്ങനെ വെറുപ്പോടെ പെരുമാറരുത്. കുറച്ചു നിമിഷം മുറിയിലെ നിശബ്ദത നിറഞ്ഞു. പക്ഷേ ആദിത്യൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇവിടെ നോക്ക്, അവൻ പതുക്കെ അവളോട് പറഞ്ഞു. ഞാനൊരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് മാറുന്ന ആളല്ല. അനന്യ അവനെ നോക്കി. അന്ന് നിന്നെ സ്വീകരിച്ച് നിന്നോടൊപ്പം ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അവൻ്റെ ശബ്ദത്തിൽ പഴയ വേദന തെളിഞ്ഞു. പക്ഷെ നീ എന്നെ ഒരുപാട് അപമാനിച്ചു. അവൻ മുഖം തിരിച്ചു. ഇപ്പോൾ നിന്നോട് എനിക്കൊരു വികാരവുമില്ല, ഒരു ഇഷ്ടവുമില്ല. അനന്യ ഹൃദയം തകർന്നതുപോലെ തോന്നി. ഇനി മേലിൽ എനിക്ക് നിന്റെ ആവശ്യവുമില്ല. അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. രാത്രി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വാതിൽ ലോക്ക് ചെയ്യാതെ നിന്നെ അകത്തേക്ക് കയറ്റിയത്. അവൻ വാതിലേക്ക് ചൂണ്ടി. മര്യാദക്ക് അടുത്ത മുറിയിൽ പോയി കിടന്നു. ഇനി എന്നോടൊന്നും സംസാരിക്കാൻ നീ വരേണ്ട. അനന്യ അനങ്ങാതെ നിന്നു. ഈ വീട്ടിൽ നീ ഉണ്ടെങ്കിലും എൻ്റെ മുന്നിൽ വരാൻ പാടില്ല. മനസ്സിലായുടെ നിനക്ക്? അവൻ്റെ ശബ്ദം ഉയർന്നു. ഗെറ്റ് ഔട്ട്. അനന്യ ഞെട്ടിപ്പോയി. ഒന്നും പറയാതെ അവൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. വാതിൽക്കലെത്തിയപ്പോൾ കണ്ണുനീർ തുടച്ചു വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി പതിയെ നടന്നു. പിന്നെ പതുക്കെ അടുത്ത മുറിയിലേക്ക് പോയി. ആ രാത്രി ഒരേ വീട്ടിൽ ആയിരുന്നിട്ടും അവർ രണ്ടുപേരും രണ്ടന്യരെ പോലെ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ കോളേജിലെ ആദ്യ ദിവസമായിരുന്നതിനാൽ അനന്യ നേരത്തെ തന്നെ എഴുന്നേറ്റു. കുളിച്ച് കോളേജിലേക്ക് പോകാനുള്ള വസ്ത്രങ്ങൾ ധരിച്ചവൾ ബാഗും പുസ്തകങ്ങളും തയ്യാറാക്കി താഴേക്ക് വന്നപ്പോൾ ആദിത്യനും ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവളെ കണ്ടെങ്കിലും കണ്ടില്ലെന്ന മട്ടിൽ പുറത്തേക്ക് പോകാൻ തുടങ്ങിയവൻ. അനന്യ കുറച്ചു നേരം മടിച്ചു നിന്നു. പണം? പിന്നെ പതുക്കെ ചോദിച്ചു. ആദിത്യൻ സാർ. അവൻ തിരിഞ്ഞു നോക്കി. ഇന്ന് എനിക്ക് കോളേജ് തുടങ്ങുകയാണ്. അവൾ ശബ്ദം താഴ്ത്തി. ആഹാരം കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ എന്നെ കോളേജിലൊന്ന് ഇറക്കാമോ? അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. എന്നെ കണ്ട നിന്റെ ഡ്രൈവറെ പോലെ തോന്നുന്നുണ്ടോ? അത് കേട്ടതും അനന്യയുടെ മുഖം താഴ്ന്നു. നിന്നെ ഞാൻ കോളേജിലേക്ക് കൊണ്ടുപോയി വിടണമെന്നോ? അവൻ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ ഇവിടെ ആഹാരം കഴിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അവൻ തൻ്റെ പേഴ്സ് എടുത്തു. ഇതിനു മുൻപ് ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഞാൻ ജീവിച്ചോളാം. പേഴ്സിൽ നിന്ന് 2000 രൂപ എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ച് ഇത് കയ്യിൽ വെച്ചു നീ. അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. അനന്യ പണത്തിലേക്ക് തന്നെ നോക്കി നിന്നു.
അവൾക്ക് ആ പണം വേണ്ടിയിരുന്നില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് ഒരു ഭർത്താവിൻ്റെ ചെറിയൊരു കരുതൽ മാത്രമായിരുന്നു. പക്ഷെ അതും ഇനി അവൾക്ക് ലഭിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വേറെ വഴിയില്ലാത്തതിന് അവൾ ഫോണെടുത്ത് ഒരു ടാക്സി ബുക്ക് ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം ടാക്സി വീട്ടുമുറ്റത്തെത്തി. ബാഗുമായി പുറത്തിറങ്ങിയ അനന്യ ഒരിക്കൽ കൂടി ആ വീടിനെ നോക്കി. പിന്നെ ഒന്നും പറയാതെ കാറിൽ കയറി കോളേജിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പക്ഷെ അവളുടെ മനസ്സിൽ അപ്പോഴും ഒരേയൊരു ചോദ്യം: ഇങ്ങനെ തുടങ്ങിയ എൻ്റെ ദാമ്പത്യ ജീവിതം ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന്.